നമസ്കാരം വിദ്യാർത്ഥികളെ. നമ്മൾ ഈ യൂണിറ്റ് തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ പാഠത്തിന്റെ വിശദമായ നോട്ടുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്നത് പരീക്ഷയ്ക്ക് പോയിന്റുകൾ ഓർത്തെടുക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ ചർച്ച കേൾക്കുന്നതിന് മുൻപ് എല്ലാവരും പാഠപുസ്തകത്തിലെ ഈ അധ്യായം ഒരു തവണയെങ്കിലും നിർബന്ധമായും വായിച്ചിരിക്കണം. കേട്ടല്ലോ? കാരണം ഞാനിവിടെ നൽകുന്നത് ഈ പാഠത്തിന്റെ ഒരു രൂപരേഖയാണ്, ഒരു ഓവറോൾ ഐഡിയ. ഇത് നിങ്ങളുടെ വായനയെ എളുപ്പമാക്കാനാണ്, അതിന് പകരമാവില്ല. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ യൂണിറ്റ് ആ മനുഷ്യൻ നീ തന്നെ പരീക്ഷയിലെ ഏറ്റവും നിർണായകമായ ഒന്നാണ്. എന്താണെന്നല്ലേ കാരണം? 10 മാർക്കിന്റെ 100% ഉറപ്പുള്ള എസ്സേ ചോദ്യം വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ശ്രീനാരായണ ഗുരുവിനെയും CJ തോമസിനെയും താരതമ്യം ചെയ്യാനുള്ള ചോദ്യം. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്നാണ്. 2 മാർക്കുകളുടെ ചെറിയ ചോദ്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം. ഇത് ആ വലിയ എസ്സേ എഴുതാനുള്ള ഒരു ശക്തമായ അടിത്തറ നമുക്ക് തരും. അപ്പോൾ ഈ പാഠം അനുഭവ സാഹിത്യം എന്ന സാഹിത്യശാഖയിലാണ് ഉൾപ്പെടുന്നത്. എന്താണ് ഈ അനുഭവ സാഹിത്യം? പേരുകേട്ട് പേടിക്കണ്ട, സിമ്പിളാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് എഴുതുന്ന ആത്മകഥയും മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുന്ന ജീവചരിത്രവും ഇവയൊക്കെ ചേർന്നതാണ് ഈ വിഭാഗം. റോസി തോമസിന്റെ ഇവൻ എന്റെ പ്രിയ CJ എന്ന് പറയുന്നത് ഒരു ജീവചരിത്രപരമായ ഓർമ്മക്കുറിപ്പാണ്. ഇതുപോലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് B. കല്യാണിയമ്മ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ച് എഴുതിയ വ്യാഴവട്ട സ്മരണകൾ. ഇനി നമുക്ക് ഗ്രന്ഥകാരിയെ ഒന്ന് പരിചയപ്പെടാം. റോസി തോമസ് വെറുമൊരാളല്ല കേട്ടോ. പ്രശസ്ത സാഹിത്യ നിരൂപകനായ MP പോളിന്റെ മകളാണ്. അതുപോലെ തന്നെ വിഖ്യാത നാടകകൃത്തായ CJ തോമസിന്റെ ഭാര്യയുമാണ്. സ്ക്രീനിൽ കാണുന്ന ഈ കൃതികൾ കണ്ടോ? ഇവയെല്ലാം 1 മാർക്കിന്റെ ചോദ്യമായി വരാൻ നല്ല സാധ്യതയുണ്ട്. ഇവനെന്റെ പ്രിയ CJ ഭർത്താവിനെക്കുറിച്ചും ഉറങ്ങുന്ന സിംഹം അച്ഛനായ MP പോളിനെക്കുറിച്ചും എഴുതിയതാണ്. അമേരിക്കയിൽ ഒരു മലയാളിപ്പെൺ ഒരു യാത്രാവിവരണമാണ്. പിന്നെ ആനി എന്നൊരു നോവലുമുണ്ട്. ശരി, ഇനി നമുക്ക് പാഠത്തിന്റെ കാതലായ ഭാഗത്തേക്ക് കടക്കാം. CJ തോമസ് എന്ന ആ മനുഷ്യൻ. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന പോയിന്റുകൾ 5 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ നിർബന്ധമാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. CJ തോമസ്, അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഭകളിൽ ഒരാളായിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. വിദ്യാർത്ഥികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അധ്യാപകൻ, ഗംഭീര നാടകങ്ങൾ എഴുതിയ നാടകകൃത്ത്, ആരെയും പേടിയില്ലാത്ത ഒരു വിമർശകൻ, ചുരുക്കി പറഞ്ഞാൽ ഒരു ബോൺ ജീനിയസ് തന്നെ. പക്ഷേ ഇതേ CJ തോമസ് തന്റെ സ്വന്തം ജീവിതത്തിൽ തികഞ്ഞൊരു അരാജകവാദിയായിരുന്നു. ഒരു ചിട്ടയുമില്ലാത്ത താളം തെറ്റിയ ഒരു ജീവിതം. ഈ ഒരു ഇരട്ട സ്വഭാവമാണ് CJയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ജീനിയസ് ആയിരുന്നെങ്കിലും CJയുടെ ജീവിതമെന്ന് പറയുന്നത് പരാജയങ്ങളുടെ ഒരു ഘോഷയാത്ര കൂടിയായിരുന്നു. ഈ പരാജയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് CJ എന്ന വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 2 വലിയ സാമ്പത്തിക പരാജയങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, മലയാള സിനിമയെ രക്ഷിക്കാനെന്ന വലിയ സ്വപ്നവുമായി തുടങ്ങിയ കലാകേരളം എന്ന സിനിമാ കമ്പനി. പക്ഷേ കൂടെയുണ്ടായിരുന്നയാൾ പണം തട്ടിച്ചതോടെ ആ സംരംഭം പൊളിഞ്ഞുപോയി. രണ്ടാമത്തേത്, റോസിയുടെ അച്ഛൻ MP പോളിന്റെ മരണശേഷം ഏറ്റെടുത്ത് നടത്തിയ ട്യൂട്ടോറിയൽ കോളേജ്. കൂടുതൽ കുട്ടികളെ കിട്ടാൻ വേണ്ടി കള്ളപ്പരസ്യം കൊടുക്കാനൊന്നും CJ തയ്യാറായില്ല. ആ സത്യസന്ധത കൊണ്ട് മാത്രം അതും ഒരു വലിയ പരാജയമായി മാറി. ജീവിതത്തിൽ സാമ്പത്തികമായി ഏറ്റവും തകർന്നിരുന്ന, ഏറ്റവും കഷ്ടപ്പെട്ടിരുന്നൊരു കാലത്താണ് CJ തന്റെ ഏറ്റവും പ്രശസ്തമായ നാടകം എഴുതുന്നത്. ആ മനുഷ്യൻ നീ തന്നെ. ഇവിടെ 1 മാർക്കിന്റെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്, ശ്രദ്ധിക്കുക. ഈ നാടകം ആദ്യം എഴുതിയത് ഒരു റേഡിയോ നാടകമായിട്ടാണ്. അതിനുശേഷമാണ് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പാകത്തിന് മാറ്റി എഴുതിയത്. ഈ പോയിന്റ് മറക്കരുത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പാഠത്തിലെ ഞാൻ വീണ്ടും പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് വരുന്നത്. നിങ്ങളുടെ 10 മാർക്കിന്റെ എസ്സേയിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട ഒരു പോയിന്റാണിത്. അതുകൊണ്ട് മുഴുവൻ ശ്രദ്ധയും ഇങ്ങോട്ട് തരിക. റോസി തോമസ് തന്റെ ഭർത്താവായ CJ തോമസിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ ഉപയോഗിക്കുന്ന അതിമനോഹരമായ ഒരു രൂപകമുണ്ട്. അതാണ് ആടും പശുവും. എന്തായിരിക്കും ഇത്? നമുക്കൊന്ന് നോക്കാം. CJയുടെ മനസ്സിൽ എപ്പോഴും 1000 സ്വപ്നങ്ങളായിരുന്നു. ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കില്ല. ഒരു സ്വപ്നത്തിൽ നിന്ന് അടുത്തതിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ ഈയൊരു സ്വഭാവം കണ്ടിട്ട് ഒരിക്കൽ റോസി തോമസ് സ്നേഹത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ പുന്നാര ഭർത്താവേ, നിങ്ങളൊരു ആടാണ്. ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരാടെങ്ങനാ? എപ്പോഴും ചാടിക്കളിച്ച് നടക്കും, ഒരിടത്തും അടങ്ങിയിരിക്കില്ല, അല്ലേ? അതുപോലെയായിരുന്നു CJ. ഒരു സ്വപ്നാടകൻ, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരുറപ്പുമില്ലാത്തൊരു പ്രതിഭ. എന്നാൽ റോസി ആഗ്രഹിച്ചത് ഒരു പശുവിനെയായിരുന്നു. ഒരിടത്തടങ്ങിയൊതുങ്ങി നിന്ന് കൃത്യമായി പാൽ തരുന്ന,
അതായത് സ്ഥിരമായൊരു വരുമാനം തരുന്ന വിശ്വസ്തനായൊരു ഭർത്താവിനെ. സിജിയുടെ പ്രതിഭയെ അവർ ബഹുമാനിച്ചിരുന്നു. പക്ഷെ ജീവിതം മുന്നോട്ടു പോകാൻ ഒരു പശുവിന്റെ ആ ഒരു സ്ഥിരത അവരൊരുപാട് ആഗ്രഹിച്ചു. ഇതാണ് ആ രൂപകത്തിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വേഗത്തിൽ ഒന്നുകൂടി ഓർത്തെടുക്കാം. ഇവയാണ് മാജിക് പോയിന്റുകൾ. പരീക്ഷയ്ക്ക് പോകും മുൻപ് നിങ്ങൾ ഉറപ്പായും ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. റെഡിയല്ലേ? നമുക്ക് വേഗത്തിൽ ഈ ചോദ്യങ്ങളിലൂടെ പോകാം. ഇവൻ എന്റെ പ്രിയ സിജെ എഴുതിയത് റോസി തോമസ്. സിനിമാ കമ്പനിയുടെ പേര് കലാകേരളം. ആ മനുഷ്യൻ നീ തന്നെ. ആദ്യം എന്തായിരുന്നു? റേഡിയോ നാടകം. നിങ്ങളൊരു ആടാണ് എന്ന് പറഞ്ഞതാര്? റോസി തോമസ്. ഈ പുസ്തകത്തെ ഒറ്റയിരിപ്പിന് വായിച്ചു തീർത്ത പുസ്തകം എന്ന് വിശേഷിപ്പിച്ചതാര്? സാക്ഷാൽ MT വാസുദേവൻ നായർ. ഈ 5 പോയിന്റുകളും മനസ്സിൽ ഉറപ്പിച്ചോളോ. ഇനി അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് പഠിച്ച ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാ എസ്സേക്ക് 10ൽ 10 മാർക്കും വാങ്ങാമെന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. എസ്സേ ചോദ്യം വരുന്നത് ശ്രീ നാരായണ ഗുരുവിനെയും CJ തോമസിനെയും താരതമ്യം ചെയ്യാനായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ശ്രീ നാരായണ ഗുരുവിന്റെ സാമൂഹിക ഇടപെടലുകളെക്കുറിച്ചുള്ള പോയിന്റുകളും ഇന്ന് നമ്മൾ പഠിച്ച CJയുടെ കലാജീവിതം, അദ്ദേഹത്തിന്റെ പരാജയങ്ങൾ, ആ ആടുപശു എന്ന കേന്ദ്രരൂപകം, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മികച്ച ഉത്തരം തയ്യാറാക്കുക. ഒരു സംശയവും വേണ്ട, ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഞാൻ ഉറപ്പു നൽകുന്നു. അപ്പോൾ എല്ലാ ആശയങ്ങളും വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. പോകുന്നതിനു മുമ്പ് നിങ്ങൾക്കായി ഒരു ചോദ്യം. CJയുടെ ആ ആടുപോലെയുള്ള അസ്ഥിരമായ പ്രതിഭയെ ശ്രീനാരായണ ഗുരുവിന്റെ ഉറച്ച സാമൂഹിക നിലപാടുകളുമായി നിങ്ങൾക്ക് എങ്ങനെ താരതമ്യം ചെയ്യാൻ സാധിക്കും? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഉത്തരത്തിന് കൂടുതൽ ആഴം നൽകും. എല്ലാവർക്കും വിജയാശംസകൾ.